നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. വേനൽ ചൂടിനെയും വെല്ലുന്ന ചൂടിലെത്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ആലത്തൂർ ALP സ്കൂളിലെ 4ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മറ്റത്തൂർ കൊടകര ബ്രാഞ്ചുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി Nctv ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുപ്പേറുന്നതിനിടെ പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ രണ്ടാം ഘട്ട പര്യടനത്തിന് ആവേശകരമായ തുടക്കം. വടക്കേത്തുറവിൽ നിന്ന് ആരംഭിച്ച പര്യടനം CPI സംസ്ഥാന കൌൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വോക്ക് വിത്ത് KKR എന്ന പേരിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി പര്യടനം ചൊവ്വാഴ്ച അളഗപ്പനഗർ പഞ്ചായത്തിലാണ് നടന്നത്. പള്ളിക്കുന്ന് മുതൽ വട്ടനാത്ര വരെയുള്ള വിവിധ വാർഡുകളിലൂടെയും ജംഗ്ഷനുകളിലൂടെയും സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ടു. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് KK രാമചന്ദ്രൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പ്രാദേശികമായ പ്രശ്നങ്ങൾ കേട്ടും വോട്ടർമാരോട് സംവദിച്ചും നീങ്ങുന്ന പര്യടനത്തിന് വലിയ ജനപിന്തുണയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. പര്യടനത്തിൽ LDF നേതാക്കളായ PK വിനോദ്, VK വിനീഷ്, PK ശേഖരൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തിന്റെ മുക്കും മൂലയും അരിച്ചുപെറുക്കി വോട്ട് ഉറപ്പിക്കാനാണ് LDF ക്യാമ്പിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലും പര്യടനം തുടരും. പുതുക്കാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് മണ്ഡലത്തിലുടനീളം ആവേശകരമായ സ്വീകരണം. മണ്ഡലം ബൂത്ത് തലങ്ങളിലെ കൺവെൻഷനുകൾ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ പ്രവർത്തന സജ്ജമായി. 40 വർഷത്തിനു ശേഷം മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തി തന്നെ സ്ഥാനാർത്ഥിയായി എത്തിയത് പ്രവർത്തകർക്കിടയിൽ ആവേശം പടർത്തിയിട്ടുണ്ട്. 20 വർഷമായി തുടരുന്ന ഇടതുഭരണത്തിൽ മണ്ഡലത്തിലെ കാർഷിക വ്യവസായ മേഖലകൾ പൂർണ്ണമായും തകർച്ചയിലാണെന്ന് UDF ആരോപിക്കുന്നു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അളഗപ്പ ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടിയതും വനമേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം തുടരുന്നതിനെതിരെയും UDF പ്രതിഷേധിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ, ഡോക്ടർമാരുടെ കുറവ്, വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ എന്നിവ ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണ UDF വോട്ട് തേടുന്നത്. ബുധനാഴ്ച സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ച് സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് UDFന്റെ നേതൃത്വം. 140 നിയോജകമണ്ഡലങ്ങളിലും UDFന്റെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനാധിപത്യ പോരാട്ടത്തിലാണ് ഇന്ന് നാം എല്ലാവരും. തീർച്ചയായും അതിന്റെ ഭാഗമായി പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ഭരണം വരുത്തിവെച്ച വിന സംസ്ഥാനം ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജനായി യൂത്ത് സ്ക്വാഡ് തൃക്കൂർ മണ്ഡലത്തിൽ ആവേശോജ്വലമായ പ്രചാരണം നടത്തി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്ക്വാഡ് പ്രവർത്തനം പ്രധാന കവലകളിലും ജംഗ്ഷനുകളിലും സ്ഥാനാർത്ഥിക്കായി വോട്ടർമാരെ നേരിൽ കണ്ട പിന്തുണ തേടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി. മണ്ഡലം പ്രസിഡന്റുമാരായ റിൻഡോ ജോൺസൺ, ഹരണ ബേബി, ജസ്റ്റിൻ ആറ്റുപുറം, ജ്യോതിസ്, പ്രതീഷ് പണ്ടാരത്തിൽ, രാജേഷ് മച്ചാട്, റോയ് പടിക്കല എന്നിവരും സജീവമായി പങ്കെടുത്തു. മാവിൻ ചുവട്, നയരങ്ങാടി, പാലക്കപ്പറമ്പ് തുടങ്ങിയ ജംഗ്ഷനുകളിൽ ായാണ് പ്രചാരണ പരിപാടി നടത്തിയത്. നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ അഖിൽ എസ് മേനോൻ, അക്ഷയ്, പ്രജേഷ് എന്നിവർ നേതൃത്വം നൽകി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പുതുക്കാട് മണ്ഡലത്തിൽ ആവേശം വിതറി NDA സ്ഥാനാർത്ഥി A പരമേശ്വരൻ എന്ന നാഗേഷ്. രണ്ടാം ഘട്ട പര്യടനത്തിലൂടെ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി.
ബുധനാഴ്ച നെന്മണിക്കര പുതുക്കാട് പഞ്ചായത്തുകളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രധാന പ്രചാരണ പരിപാടികൾ. രാവിലെ ചെറുവാളിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. നെന്മണിക്കര പഞ്ചായത്തിലെ പാലാഴി, പടിഞ്ഞാട്ടുമുറി, എറവക്കാട്, തലോർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വലമായ സ്വീകരണങ്ങളാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഉച്ചയോടെ പുതുക്കാട് പഞ്ചായത്തിലേക്ക് പ്രവേശിച്ച പര്യടനം ചിങ്ങാലൂർ, മാട്ടുമല, വളഞ്ഞുപാടം എന്നിവിടങ്ങളിലെ വോട്ടർമാരെയും നേരിൽ കണ്ടു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ ചരിത്രപരമായ മുന്നേറ്റം പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിലും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും മണ്ഡലത്തിലെ പ്രാദേശിക പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയാണ് നാഗേഷ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ വൻ ജനപങ്കാളിത്തമാണ് ദൃശ്യമാകുന്നത്. വൈകിട്ട് തെക്കേതൊറവിൽ വെച്ചാണ് പര്യടനം സമാപിച്ചത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടർമാരുടെ ഹൃദയം കീഴടക്കി മണ്ഡലത്തിൽ താമര വിരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നാഗേഷും പ്രവർത്തകരും. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി Nctv ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. മറ്റു വാർത്തകളിലേക്ക്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെയായിരുന്നു അപകടം. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന KSRTC ബസ്സും അതുവഴി സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിലാണ് അപകടം സംഭവിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് റോഡിലേക്ക് തെറിച്ചു വീണ് പരിക്ക് പറ്റി. സമീപത്തുണ്ടായിരുന്നവർ ചേർന്ന് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ട വാഹനങ്ങൾ സർവീസ് റോഡ് ഉപയോഗിക്കാത്തത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. വേനൽ അവധിക്കായി സ്കൂളുകൾ അടച്ചതോടെ നീന്തൽ കളരികൾ സജീവമാവുകയാണ്. ആമ്പല്ലൂർ ക്ലബ്ബ് പാംബ്രീസിന്റെ ഹൈജീൻ പൂളിൽ സമ്മർ വെക്കേഷൻ നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. Full body free, okay? Okay. Very good, good. ജീവിതശൈലി രോഗങ്ങൾ പിടിമുറുക്കുന്ന കാലത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന നല്ലൊരു വ്യായാമമാണ് നീന്തൽ. നീന്തൽ പരിശീലനത്തിലൂടെ നമ്മൾ ഒരു ജീവിത നൈപുണി പഠിക്കുക മാത്രമല്ല, നമ്മുടെ ഭാവി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവശ്യഘട്ടങ്ങളിൽ സ്വയം സംരക്ഷിക്കാനും മറ്റുള്ളവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ആത്മവിശ്വാസവും കഴിവും നേടിയെടുക്കാനും കഴിയും. ആമ്പല്ലൂർ ക്ലബ്ബ് പാംബ്രീസിന്റെ വിശാലമായ ഹൈജീൻ പൂളിൽ ഏത് പ്രായക്കാർക്കും സുരക്ഷിതമായി നീന്തൽ പരിശീലിക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും സർട്ടിഫൈഡ് പരിശീലകരുടെ കീഴിൽ പ്രത്യേക പരിശീലനം നൽകുന്നു. വനിതകൾക്ക് വനിതാ പരിശീലകയുടെ സേവനം ലഭ്യമാണ്. ആദ്യം കുളത്തിലെ വെള്ളത്തിൽ ഇറക്കി നിലയുള്ള ഭാഗത്തുകൂടി നടത്തുകയാണ് ചെയ്യുക. എങ്കിൽ മാത്രമേ വെള്ളത്തിൽ പരിചയവും ബാലൻസും ഉണ്ടാകൂ. ബാലൻസിന് പിന്നാലെ മുങ്ങുന്നതിന് പഠിപ്പിക്കും. പിന്നാലെ ശ്വാസോച്ഛ്വാസം എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചാണ് പരിശീലനം. പിന്നീട് കാൽ ഉപയോഗിച്ച് തുഴയാൻ പഠിപ്പിക്കും. പിന്നാലെ കൈ ഉപയോഗിക്കാൻ പഠിപ്പിക്കും. ഇങ്ങനെ ഘട്ടങ്ങൾ കടന്നാണ് പരിശീലനം പൂർത്തിയാകുന്നതെന്ന് വനിതാ പരിശീലകയായ ദേവിക പറഞ്ഞു. നമ്മളിവിടെ ആദ്യം തന്നെ സ്വിമ്മിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ബേസിക്സ് ആണ്. ഫ്രീ സ്റ്റൈലിൻ്റെ ബേസിക്സ് ആണ് കൊടുക്കുന്നത്. നമുക്ക് 4 തരം സ്ട്രോക്കുകളുണ്ട്. ഫ്രീ സ്റ്റൈൽ ഉണ്ട്, ബാക്ക് സ്ട്രോക്ക് ഉണ്ട്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ. നമ്മളെപ്പോഴും സ്വിമ്മിങ് അറിയാത്തൊരു കുട്ടികളെ ആദ്യമായി കൊണ്ടുവന്ന് നമ്മളെ കയ്യിൽ കൊണ്ടുതരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ബേസിക്സ് ട്രെയിനിങ് ആണ്. അതിലവർക്ക് വാട്ടർ കോൺഫിഡൻസ് ഉണ്ടാവും. അവർക്ക് ആ വെള്ളത്തിനോടുള്ളൊരു പേടി അതൊക്കെ മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ബേസിക് ട്രെയിനിങ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വാട്ടർ കോൺഫിഡൻസ് കൊടുക്കും. നമ്മൾ പൂള് എത്ര ഡെപ്ത് ആണോ, സ്ക്വയർ എത്രയാണോ, വിഡ്ത്ത്, ഇത് ഫുള്ളായിട്ട് അവരെ കൊണ്ട് നടന്ന് കവർ ചെയ്യിച്ച് അവർക്ക് ആദ്യം വാട്ടർ കോൺഫിഡൻസ് കൊടുക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബബ്ലിംഗ്. ബബ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് അണ്ടർ വാട്ടർ പോയിട്ട് വേണം ബബ്ലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബ്രീത്ത് ഹോൾഡിങ്, നമുക്ക് മാക്സിമം 1 മിനിറ്റെങ്കിലും ബ്രീത്ത് ഹോൾഡ് ചെയ്യാനുള്ള ബ്രീത്തിങ് കപ്പാസിറ്റി കൊടുക്കുക. നെക്സ്റ്റ് ഫ്ലോട്ടിംഗ്. ഫ്ലോട്ടിംഗ് എന്ന് നമ്മളെ ബോഡി പാരലായിട്ട് വെള്ളത്തിന് മേലെ പൊന്തി കിടക്കുന്ന പ്രോസസ്സിനാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് ആൻഡ് കിക്ക്. നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ ലെഗ് കിക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിറ്റ് ആൻഡ് കിക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ്
ഫ്ലോട്ടിങ് ചെയ്ത ഉടനെ നമ്മൾ ഫോർവേഡ് ഫ്ലോട്ടിങ് ചെയ്ത് പോകണം. ഫോർവേഡ് മൂവ്മെന്റ് കിട്ടണം, ബോഡി പാരലായിട്ട് കിടക്കണം, നമുക്ക് ബോഡി കപ്പാസിറ്റി കിട്ടണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബോഡി ഫോർവേഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫ്ലോട്ടിംഗ് വിത്ത് കിക്ക്. നമ്മൾ ഇരുന്ന് എങ്ങനെയാണോ കിക്ക് ചെയ്ത് അതേ സെയിം കിക്ക് തന്നെ നമ്മൾ ഫോർവേഡ് ഫ്ലോട്ട് ചെയ്തുകൊണ്ട് കിക്ക് ചെയ്യണം. ദെൻ ലാസ്റ്റ് പ്രോസസ്സിലേക്കാണ് നമ്മൾ ഹാൻഡ് മൂവ്മെന്റ് വരുന്നത്. ഫ്ലോട്ടിംഗ്, കിക്കിങ്, ഹാൻഡ് മൂവ്മെന്റ് കുറച്ച് ടഫായിരിക്കും. പക്ഷെ നമ്മൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ പ്രോസസ്സ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് കിക്കിങ്ങും ഫ്ലോട്ടിങ്ങും ഹാൻഡ് മൂവ്മെന്റും ഈസി ആയിട്ട് തോന്നും. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ബ്രീത്തിങ്. നമ്മൾ ഇവിടെ പഠിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പൂള് കഴിഞ്ഞ് നമുക്ക് വേറെ ഏതൊരു പൂളിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു കുളത്തിലേക്ക് എടുത്ത് ചാടി സ്വിം ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ബ്രീത്തിങ് വേണം. ബ്രീത്തിങ് കൂടി പഠിക്കുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ബേസിക്സ് ഫിനിഷ് ആവുന്നത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓവർകം ചെയ്യേണ്ട ഒരു സാധനമാണ് പേടി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഫിയർ ഭയങ്കര കൂടുതലാണ് പല കാര്യങ്ങളിലാണെങ്കിലും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ കാര്യത്തിനോടും ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാവും. സ്വിമ്മിങ് പഠിക്കുന്നതിലൂടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് സ്വിമ്മിങ് പഠിക്കുന്നതിലൂടെ ബോഡി ഫിറ്റ്നസ്, നമ്മളുടെ ഓരോ ജോയിന്റുകളിലുമുള്ള പല പല പെയിൻ, ഇപ്പം ഏജ് ഉള്ള ഒരാളാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്വിമ്മിങ് എന്ന് പറയുന്നത് ഏറ്റവും ബെറ്ററായിട്ടൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ചില ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അവരെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടാനും അതോട് തന്നെ നമ്മളുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻസ് പ്രോപ്പർ ആവാനും ഒരുപാട് സഹായിക്കും. ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ സ്വിമ്മിങ് വളരെ അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിലും പേടിയില്ലാണ്ട് സ്വിമ്മിങ് ചെയ്യാനുള്ളൊരു അവസരമാണ് നമ്മൾ ഈ സമ്മറിൽ ക്യാമ്പിലൂടെ കൊടുക്കുന്നത്. നീന്തലിൽ 4 രീതികളാണ് പരിശീലിപ്പിക്കാറുള്ളത്. ബ്രസ്റ്റ് സ്ട്രോക്ക്, ബട്ടർഫ്ലൈ, ബാക്ക് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈൽ എന്നിവയാണവ. വിദ്യാർത്ഥികളെ ആദ്യം പഠിപ്പിക്കുന്നത് ഫ്രീ സ്റ്റൈലാണ്. ഇതിൽ മികവ് തെളിയിച്ചാൽ മറ്റുള്ളവയും വേഗം പരിശീലിക്കാം. രാവിലെ 7 മുതൽ 8 വരെയും 8 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 5 വരെയും 5 മുതൽ 6 വരെയും ബാച്ചുകളായാണ് പരിശീലന സമയം. നീന്തൽ അറിയുന്നവർക്ക് 1 മണിക്കൂറിന് 100 രൂപ നിരക്കിൽ നീന്തൽ ആസ്വദിക്കാനും ഇവിടെ അവസരമുണ്ട്. നീന്തി തുടിക്കുമ്പോൾ ശരീരത്തിന് മുഴുവൻ വ്യായാമം ലഭിക്കും. നീന്തുമ്പോൾ നടക്കുന്നതിനേക്കാൾ ശ്വസനം ലഭിക്കും. ഹൃദയം, ശ്വാസകോശം ഉൾപ്പെടെ ആന്തരികാവയവങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടും. കുട്ടികൾക്ക് ആത്മവിശ്വാസവും ഏകാഗ്രതയും മെച്ചപ്പെടുത്താനും നീന്തൽ സഹായകമാണ്. മെൽറോസ്. എവിടെ വീട് എവിടെയാ? ആമ്പല്ലൂര്. എത്ര നാളായി ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നിട്ട്? 1.5 മാസം. 1.5 മാസം കൊണ്ട് പഠിച്ചു രണ്ടുപേരും? നന്നായി പഠിച്ചു. ഇപ്പൊ എത്ര ആഴത്തിലും നീന്താം? എങ്ങനെയുണ്ട് നീന്തൽ പഠിച്ചു കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് നീന്താനും അങ്ങോട്ട് പോവാൻ. ഷിപ്പിനാണെങ്കിൽ അപകടം പറ്റിയിട്ട് വീണാലും നീന്തി രക്ഷപ്പെടാം. ഇപ്പൊ കൂട്ടുകാരുടെ അടുത്തൊക്കെ നീന്തൽ എനിക്കറിയാന്ന് പറയുന്നത് വലിയൊരു നമുക്കൊരു അവർക്കൊക്കെ നമ്മളുടെ അസൂയ തോന്നും അല്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികള് അല്ലേ? വീട്ടിലൊക്കെ വീട്ടുകാരൊക്കെ നല്ല ഇഷ്ടമായി. അപ്പൊ എവിടെയും നീന്താം? ഇവിടത്തെ പരിശീലനമൊക്കെ ഇഷ്ടമായോ? നല്ല ട്രെയിനിങ് ആണ്. ഓക്കെ. കടുത്ത വേനലിൽ നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതിൻ്റെ ഒരു സുഖം, അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് അവധിക്കാലം കൂടി വന്നതോടെ നീന്തൽ കളരികളൊക്കെ സജീവമായിരിക്കുകയാണ്. പാംബ്രീസ് ക്ലബ്ബ് ആമ്പല്ലൂരിൽ വിശാലമായ നീന്തൽ കുളത്തിൽ നിരവധി കുരുന്നുകളാണ് നീന്തൽ പരിശീലനത്തിന് എത്തുന്നത്. ഒപ്പം മുതിർന്നവരുമുണ്ട്. രാവിലെയും വൈകിട്ടുമായി 2 സെഷനുകളിലായി 2 മാസം നീണ്ടു നിൽക്കുന്ന സമ്മർ ക്യാമ്പാണ് ഇപ്പോൾ ആമ്പല്ലൂർ പാംബ്രീസ് ക്ലബ്ബ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം മുതിർന്നവർക്കും നീന്തൽ പരിശീലനത്തിന് അവസരമുണ്ട്. ക്യാമറമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, Nctv ന്യൂസ്, പുതുക്കാട്. ആലത്തൂർ ALP സ്കൂളിലെ 4ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കൊടകര പോലീസ് സ്റ്റേഷൻ ASI സജു പൗലോസ് വിദ്യാലയത്തിലെ സല്യൂട്ട് സ്വീകരിച്ചു. 4ാം ക്ലാസ്സിലെ കുട്ടികളാണ് പാസിംഗ് ഔട്ടിൽ പങ്കാളികളായത്. 3ാം ക്ലാസ്സിലെ ബാച്ച് ഇവരുടെ കൂടെ പരേഡിൽ പങ്കാളികളായി. സ്കൂൾ പ്രധാന അധ്യാപിക PM ജിൻസ, പരിശീലകൻ ശിവദാസ് കോടിയത്ത്, കമാൻഡോ നോഡൽ ഓഫീസർ CG അനൂപ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അധ്യാപകരായ MM ഗോവിന്ദ്, KT ഋത്വിക്, PTA പ്രസിഡന്റ് KV ജയരാജൻ, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, റിട്ടയർഡ് പ്രധാന അധ്യാപകൻ സന്തോഷ് ബാബു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
ഞാൻ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ഉള്ളതാണ്. പല സ്കൂളുകളിലും ഞാൻ ഇതുപോലെ ക്ലാസ്സുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും പോകാറുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു, സാറേ സ്കൂളിൽ തന്നെ പലരും ചോദിച്ചു, സാർ ഇതെന്താ സംഭവം, കമാൻഡോ കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കാം. ഞാനും ആദ്യമായിട്ട് കേൾക്കായിരുന്നു. ഈ സ്കൂളിൽ ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. സംസ്ഥാന നേരാണ്, സൂപ്പറായിരുന്നു പരേഡ്. ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തതാണ്. തുടക്കം നോക്കി ഞാൻ സന്തോഷ് സാറിന് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇതിന് ത്രെഡ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ സന്തോഷ് സാർ പറഞ്ഞത് എൻ്റെ ബാച്ചുകാരല്ല, ജൂനിയർ സുരേഷ് SPCയിലെ ക്ലാസ്സുകൾക്ക് സാറിനെ വിളിക്കാറുണ്ട്. സ്ഥാനാർത്ഥിയോടൊപ്പം പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രചാരണ തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ. സ്നേഹോഷ്ഫലമായ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹോഷ്ഫലമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയ സഖാവ് സംസാരിക്കും. സഖാവ് KK രാമചന്ദ്രനെ ക്ഷണിക്കുന്നു. അഴിമതിരഹിതവും സുതാര്യവും ജനാധിപത്യപരവുമായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ നിയോജക മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ എനിക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനപക്ഷ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകാൻ, സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമ പെൻഷൻ പദ്ധതികൾ സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ നാടിൻ്റെ സമാധാനം, ശാന്തത, മതസൗഹാർദ്ദം എല്ലാം സംരക്ഷിക്കുക നമുക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടരുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ പ്രചരണ തന്ത്രങ്ങൾ എത്രയൊക്കെ മാറിയാലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, വോട്ട് ഉറപ്പിക്കുക എന്നത് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. പുതുക്കാട് നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ ഇപ്പോൾ ആലത്തൂർ മേഖലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. രാമചന്ദ്രേട്ട, വലിയ ഒരു ആവേശം ഈ ഇവിടെ കൂടി നിൽക്കുന്ന ഈ ചേച്ചിമാരുടെ മുഖത്തൊക്കെ രാമചന്ദ്രേട്ടനെ വീണ്ടും കാണുമ്പോൾ വീണ്ടും ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തുന്നു എന്ന വലിയ സന്തോഷമാണ് ഇവരുടെ മുഖത്തൊക്കെ കാണുന്നത്. തീർച്ചയായും ആ സന്തോഷവും ആ ഒരു പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആ ഒരു സ്നേഹവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ത്വര നമുക്ക് ശക്തിപ്പെടുകയാണ്. ഇപ്പോൾ ഈ നല്ല ചൂടാണ്. ഇപ്പം നേരത്തെ രാമചന്ദ്രൻ്റെ അടുത്ത് ഒരു സമയത്ത് ചോദിച്ചു പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും അങ്ങനെ ചൂടിൽ തളരാത്തവനാണ്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും ചെല്ലുന്തോറും മുഖത്ത് ആ ഊർജ്ജസ്വലത കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു ഈ ജനങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ പ്രതികരണം അതാണോ ആ ഒരു സന്തോഷത്തിന്? തീർച്ചയായും ജനങ്ങൾ എങ്ങനെ നമ്മളോട് എങ്ങനെ സമീപിക്കുന്നു അതിനനുസരിച്ച് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, രാവിലെ ജനങ്ങളെ കാണാൻ വേണ്ടി രാവിലെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയി നടക്കുകയാണ്. ഈ രാത്രി 10-11 മണി വരെ ഈ പര്യടനം കഴിഞ്ഞ് അതിനുശേഷം ഉച്ചയ്ക്ക് എണീറ്റ് പോയി ഓരോ സ്ഥലത്തും പോയി നടക്കുകയാണ്. ഇന്ന് നടന്നത് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് മുതൽ മണ്ണമ്പേട്ട വട്ടണത്ര വരെയാണ്, 5 കിലോമീറ്റർ. അപ്പോൾ ഒരു കൂട്ടം സഖാക്കളും കൂടി നടക്കുകയാണ്. അപ്പോൾ പോണ വഴിയിൽ ഒരുപാട് ആളെ കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ന് 2ാം ഘട്ട പര്യടനം ഇന്ന് ആരംഭിച്ചിരിക്കുക. 1ാം ഘട്ടം നമ്മുടെ മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ പൂർത്തിയാക്കി. 1ാം ഘട്ടം ഇന്നലെ പൂർത്തീകരിച്ചു. 3 ദിവസങ്ങളിലായി തുടർച്ചയായി നടത്തി. ഇനി 2ാം ഘട്ടം നിലയ്ക്ക് ഇന്നും നാളെയും മറ്റന്നാളുമായി നമ്മുടെ മണ്ഡലത്തിലെ ഇനി പോവാത്ത സ്ഥലങ്ങളിൽ എല്ലായിടത്തും പോവുകയാണ്. അത് മൈക്ക് കെട്ടിയിട്ടുള്ള പൊതു പര്യടന പരിപാടി എന്ന നിലയിലുള്ള പരിപാടി. ഇപ്പോൾ 5 കൊല്ലം നമ്മുടെ MLA ആയിരുന്നു രാമചന്ദ്രേട്ടൻ. എന്താണ് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. വളരെ സന്തോഷം. ഇനിയും വളരട്ടെ എന്നാണ് പറയണത്. ഞങ്ങളുടെ ഈ MLA തന്നെ മതി ഞങ്ങൾക്ക്, വേറെ ഒരാളും വേണ്ട. അതിന് ഞങ്ങള് തന്നെ എല്ലാവർക്കും അത് തന്നെയാണ് അഭിപ്രായം. ഏതായാലും വലിയ ആവേശത്തിലാണ്. KK രാമചന്ദ്രൻ തുടരട്ടെ എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ആ തുടർച്ച ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ UDF സ്ഥാനാർത്ഥി KK ബാബുരാജ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നാടിനെ നാടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ജനിച്ചു
വളർന്ന പുതുക്കാടിൽ ഉൾക്കൊടുക്കും പോലും സുപരിചിതരായ പുതുക്കാടിന്റെ നെഞ്ചത്ത് ജനിച്ചു വളർന്ന പുതുക്കാടുകാരുടെ ചങ്കിലെ ചങ്ങാതി എന്നറിയപ്പെടുന്ന KM ബാബുരാജ് ഇതാ ഈ നന്മ നിറഞ്ഞ KK കോടാലിയുടെ മണ്ണിലെത്തിച്ചേർന്ന് ഈ നാട്ടിലെ പ്രമുഖരായ സ്നേഹസമ്പന്നരായ ജനങ്ങളെ കണ്ട് വാട്സാപ്പിൽ വിളിച്ചുകൊണ്ട് കടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരനായ ബാബുരാജ്, നല്ലവരായ വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അടുത്ത മാസം 9-ാം തീയതി സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ചു മുടിച്ച, സാമ്പത്തികമായി അധോഗതിയിലേക്ക് എത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ധർമ്മ പോരാട്ടത്തിലാണ് നാം എല്ലാവരും ഏപ്രിൽ 9 കാത്തിരിക്കുന്നത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് തിരക്കിട്ട പ്രചാരണ പരിപാടികളിലാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കിഴക്കേ കോടാലിയിൽ വെച്ചാണ് സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഉഷാറല്ലേ കാര്യങ്ങൾ? തീർച്ചയായിട്ടും നല്ല ഉഷാറാണ്. ഈ നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തിലും എന്റെ പര്യടനം ഇന്ന് പൂർത്തിയാക്കണം. നാളെ വല്ലച്ചറയിലെ പര്യടനത്തോടു കൂടി ഈ പര്യടന പരിപാടികൾ അവസാനിക്കുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ആവേശത്തോടു കൂടിയാണ് വോട്ടർമാരും അതുപോലെ തന്നെ UDF പ്രവർത്തകരും നേതാക്കളും എല്ലാം പൊതുജനങ്ങൾ മുഴുവൻ എന്നെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ അജണ്ടകളെല്ലാം കേൾക്കാനും ഒക്കെ ആയിട്ട് ഓടിക്കൂടുന്നത്. ഞങ്ങൾ വെച്ചിട്ടുള്ള 5 ഗ്യാരണ്ടി, ആ 5 ഗ്യാരണ്ടി തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും ആവേശകരമായി നിൽക്കുന്നത്. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ 5 ഗ്യാരണ്ടി നടപ്പിലാക്കുന്ന സ്ത്രീജനങ്ങൾക്ക്, ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, അപ്പോൾ ഇവിടുന്ന് ഒരു ജനപ്രതി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാവരും ഒത്തുചേരുന്നു. തീർച്ചയായും വളരെ ആവശ്യമാണ്. ഞങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ഈ പ്രചരണ കേന്ദ്രങ്ങളിലെ തിരക്കിനെ പറ്റി പറയുമ്പോൾ മറ്റത്തൂർ പഞ്ചായത്തിനെ എടുത്തു പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ പഞ്ചായത്താണ്. ഇവിടെ ഇപ്പോൾ ബാബുരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് കയ്യും മെയ്യും മറന്ന് ഒറ്റക്കെട്ടാകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് മാജിക്? ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവരുടെ ആവേശം, അവർക്ക് മറ്റൊന്നും ഇനി നോക്കാനില്ല. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ഡീലിനോ ഒന്നും അവർ വശംവദരാകുന്ന ആളുകളല്ല. അവർ തീർച്ചയായും ഒറിജിനലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. കോൺഗ്രസിന്റെ ഒരു UDF-ൽ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ കൈയും മെയ്യും മറന്ന് രാവും പകലും ഇല്ലാതെ അവർ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. എൻ്റെ ഈ ചുറ്റും നിൽക്കുന്ന ആളുകൾ എല്ലാവരും. ഏതായാലും വലിയ ആവേശത്തിലാണ് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. സംസ്ഥാനത്ത് UDF-ന്റെ ഭരണം തിരിച്ചു വരിക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് വോട്ടർമാർക്ക് മുന്നിലുള്ളത്. ഒറ്റക്കെട്ടായാണ് UDF-ന്റെ പ്രവർത്തനം എന്ന വലിയ ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി പ്രകടിപ്പിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ KK രാമചന്ദ്രന്റെ വിജയത്തിനായി LDF മറ്റത്തൂർ പഞ്ചായത്തിൽ നടത്തിയ പൊതുയോഗം പ്രചരണച്ചൂടിന്റെ ആവേശം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതായിരുന്നു. മുതിർന്ന CPM നേതാവ് വൃന്ദ കാരാട്ടിന്റെ സാന്നിധ്യം LDF പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. മറ്റത്തൂരിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചെങ്കൊടിയും ചുവപ്പ് ബലൂണുകളും കൈകളിലേന്തി ചെങ്കടലായി ഒഴുകി നീങ്ങിയ LDF പ്രവർത്തകർ KK രാമചന്ദ്രൻ വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം വിളികളോടെ കോടാലി ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന LDF മറ്റത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി വൻ ശക്തിപ്രകടനമായി മാറി. വിവിധ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് കോടാലി ആൽത്ര ജംഗ്ഷനിലെ പൊതുസമ്മേളന വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ സദസ്സിനോട് വിശദീകരിച്ചു. പിന്നീട് മുതിർന്ന CPM നേതാവ് വൃന്ദ കാരാട്ട് എത്തിച്ചേർന്നപ്പോൾ സദസ്സ് അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. മലയാളത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വൃന്ദ കാരാട്ട് തന്റെ പ്രസംഗം ആരംഭിച്ചത്. നമസ്കാരം, അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് KK രാമചന്ദ്രന്റെ
to ensure his victory. That is my appeal to you. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് ശിവൻ, മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് കെ രാമചന്ദ്രന്റെ വിജയം ഉറപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. Your panchayat Matatur is a very famous panchayat. നിങ്ങളുടെ പഞ്ചായത്തായി മറ്റത്തൂർ ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. There are two Matatur models. ഇവിടെ രണ്ട് മറ്റത്തൂർ മാതൃകകളുണ്ട്. One is the LDF model, which is led by our dear comrade K. Ramachandran. ഒന്ന് ഇടതുപക്ഷത്തിന്റെ മറ്റത്തൂർ മാതൃക, സഖാവ് കെ രാമചന്ദ്രൻ നേതൃത്വം നൽകുന്ന മറ്റത്തൂർ മാതൃക. In the LDF model for Matatur and for this whole constituency, we see the building of homes for the homeless. We see the building of roads for the people's benefit. We see the building of a hospital for the people. We see the building of government schools and classrooms for the people of this constituency. That is the LDF model for this constituency. ഇടതുപക്ഷത്തിന്റെ മറ്റത്തൂർ മാതൃക എന്ന് പറയുന്നത് റോഡുകൾ നിർമ്മിക്കുന്നതാണ്, വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിക്കുന്നതാണ്, ആരോഗ്യരംഗത്ത് പുതിയ ആശുപത്രികൾ നിർമ്മിക്കുന്നതാണ്, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാതൃകയാണ് LDFന്റെ മറ്റത്തൂർ മാതൃക. It is a commitment to the LDF program for the Nava Kerala based on the welfare of the people of Kerala, the workers, the kisans, the women, the youth, the students, the working people of Kerala. ഇത് നവകേരളത്തിനുള്ള ഇടതുപക്ഷ പരിപാടിയുടെ ഭാഗമാണ്. ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക്, കൃഷിക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നവകേരളം നിർമ്മിക്കുന്നതിന്റെ മാതൃകയാണ്. അതിനോടുള്ള നമ്മുടെ ബാധ്യതയാണ്, നവകേരള ബാധ്യതയാണ് ഈ ഇടതുപക്ഷ മറ്റത്തൂർ മാതൃക. എന്നാൽ വേറൊരു മറ്റത്തൂർ മാതൃക കൂടിയുണ്ട്. ഇന്ന് കോൺഗ്രസ്, നാളെ BJP. ഇന്ന് കോൺഗ്രസ്, നാളെ BJP. അതാണ് മറ്റൊരു മാതൃക, മറ്റത്തൂർ മാതൃക. My dear friends, why did you not invite Rahul Gandhi to come here? പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, നിങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങോട്ട് ക്ഷണിക്കാത്തത്? He would have learned the truth of what the Congress party is. അങ്ങനെയാണ് കോൺഗ്രസ് കേരളത്തിൽ എന്താണ് എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കുക. To hide the truth of the Congress party. കോൺഗ്രസിന്റെ സത്യം മനസ്സിലാക്കാൻ. They are making false charges against the CPM and the LDF. ഈ സത്യം മറച്ചു വെക്കാനാണ് അവർ CPM-നും LDF-നും എതിരായി നുണകൾ പ്രചരിപ്പിക്കുന്നത്. If you want to see the deal, Rahulji, നിങ്ങൾ യഥാർത്ഥ ഡീൽ കാണണമെങ്കിൽ രാഹുൽജി ഇങ്ങോട്ട് വരണം. Come to Matatur. മറ്റത്തൂരേക്ക് വരൂ. Meet the 8 Congress people who went to the BJP just to get a small post in the panchayat. പഞ്ചായത്തിൽ ഒരു ചെറിയ സ്ഥാനം കിട്ടാൻ വേണ്ടി BJP-യിലേക്ക് പോയ 8 കോൺഗ്രസുകാരെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കാണൂ. Come to Matatur to see how the deal is working. യഥാർത്ഥ കോൺഗ്രസ് BJP ഡീൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണണമെങ്കിൽ രാഹുൽ ഗാന്ധി മറ്റത്തൂരിൽ വരണം. On a big stage, Rahulji stands and says, Congress is fighting the BJP RSS. കേരളത്തിൽ വന്ന് വലിയ വലിയ വേദികളിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് ആണ് BJP-ക്ക് RSS-നും എതിരായി പോരാടുന്നത് എന്നാണ്. What is this, Rahulji? ഇതെന്താണ് രാഹുൽജി? Come here to Matatur. മറ്റത്തൂര് വന്ന് കാണൂ. Come and speak to the 8 Congress people. ഈ 8 പേരെ വന്ന് കാണൂ. Not fighting the RSS BJP. അവര് RSS-നും BJP-ക്കും എതിരായി പോരാടുകയല്ല, but holding hands with the RSS. മറിച്ച് RSS-ന്റെയും BJP-യുടെയും കൂടെ കൈകോർത്ത് നടക്കുകയാണ്. What is holding hands in Malayalam? കൈകോർത്ത്. കൈകോർക്കുക. കൈകോർക്കുക. That is it. Not only here. What happened in Odisha? What happened in Bihar? 11 Congress MLAs in the last Rajya Sabha elections
11 Congress MLAs voted for the BJP, gave 2 extra seats to the BJP. That is the Congress party. ഇത് ഇവിടെ മാത്രമൊന്നല്ല കേട്ടോ. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലും ഒറീസയിലുമായി 11 MLAമാർ BJPക്ക് വോട്ട് ചെയ്ത് BJPക്ക് 2 രാജ്യസഭാ MP മാരെ നൽകി. ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തനം. So we know, and people of Kerala know, it is the LDF committed to the values of secularism, the LDF committed to the values of a model of development which is based on the interests of the people of Kerala. അതുകൊണ്ട് നമുക്കറിയാം, ജനങ്ങളുടെ താല്പര്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന, വികസനത്തിന്റെ മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്ന, മതേതരത്വത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന LDF ആണ് മികച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. In these election campaigns, my dear friends, we are going with the record of the LDF government. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ റെക്കോർഡുകളുമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. But the BJP and the Congress, when they come to Kerala, they don't talk about the record of the governments they are running. എന്നാൽ കേരളത്തിൽ വരുന്ന BJPക്കാരോ കോൺഗ്രസുകാരോ അവർ ഭരിക്കുന്ന ഗവൺമെന്റുകളുടെ എന്തെങ്കിലും റെക്കോർഡുകൾ പറയാറുണ്ടോ? We challenge them. അതിന് നമ്മൾ അവരെ വെല്ലുവിളിക്കുകയാണ്. In last 10 years, what did you do, the BJP double engine government? കഴിഞ്ഞ 10 വർഷക്കാലം BJPയുടെ ഇരട്ട എഞ്ചിൻ ഗവൺമെന്റുകൾ എന്താണ് ചെയ്തത്? We challenge the Congress. What are you doing today in Karnataka, in Telangana? കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരുകൾ എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. We can tell what we have done in Kerala. എന്നാൽ കേരളത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. Let them come to Kerala and tell them we have done this in Karnataka, we have done that in Telangana. Then they can ask for votes. കോൺഗ്രസുകാര് ആദ്യം കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കർണാടകത്തിൽ ഇത് ചെയ്തു, അതുപോലെ തന്നെ തെലങ്കാനയിൽ ഇന്നതെല്ലാം ചെയ്തു എന്നൊക്കെ പറയട്ടെ, എന്നിട്ട് അവർ വോട്ട് ചോദിക്കട്ടെ. We say in the last 10 years, it is not Brinda speaking or Pradeep or Joseph speaking. These are the figures given by the Niti Aayog of India. ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ആരെങ്കിലും പറയുന്നതല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നീതി ആയോഗ് പറയുന്ന കണക്കുകളാണ്. What do they say? അതെന്തൊക്കെയാണ് പറയുന്നത് നോക്കൂ. In the field of education in the whole of India, Kerala is number 1. ഇന്ത്യയിൽ ആകെ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒന്നാമതാണ്. In other states where Congress is there, BJP is there, government schools are closing down. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും കൊള്ളാം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായാലും കൊള്ളാം, ഗവൺമെന്റ് സ്കൂളുകളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. Last week the figure came in Telangana, Congress ruled Telangana, 2,000 schools of the government have been shut down. കഴിഞ്ഞ ആഴ്ച വന്ന കണക്ക് പ്രകാരം കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ 2000 സർക്കാർ സ്കൂളുകൾ പൂട്ടി. What happened to those children? ആ കുട്ടികൾ എങ്ങോട്ട് പോയി കാണും? What happened to their parents? അവരുടെ രക്ഷകർത്താക്കൾക്ക് They have to spend more money for education. അവര് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കേണ്ട ആവശ്യമായിരിക്കും. But here in Kerala, 50,000 classrooms of government schools have been updated to the best smart classrooms, and that is why Kerala is number 1. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ 50,000 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് മുറികളായി മാറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയത്. What about the health sector? ആരോഗ്യ രംഗത്തെ പറ്റിയാണെങ്കിലോ? My dear friends, the Niti Aayog says in the whole of India, in the health sector, providing public health free of cost to the people, Kerala is number 1. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി പൊതു ആരോഗ്യം വളരെ സൗജന്യമായി നൽകിക്കൊണ്ട് കേരളം മാതൃകയായി മാറിയിരിക്കുകയാണ്, ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. Except some big hospitals like AIIMS, in no other state such super speciality services are provided
in government hospitals like Kerala. എയിംസ് പോലെയുള്ള വലിയ ഹോസ്പിറ്റലുകളാണ് സർക്കാർ മേഖലയിൽ പടുത്തുയർത്തിയിരിക്കുന്നത്. കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ വേറെ എവിടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നതേയില്ല. My dear friends, look at the minimum wages. Here in Kerala, the minimum wage is the highest in India. The International Labour Organization has given a record saying workers' protection, workers' rights, workers' advance is best in Kerala. Kerala is number 1. മിനിമം കൂലിയുടെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച മിനിമം കൂലിയുള്ളത് കേരളത്തിലാണ്. അന്താരാഷ്ട്ര ലേബർ ഓർഗനൈസേഷൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് തൊഴിലാളികളുടെ അന്തസ്സും തൊഴിലാളികളുടെ അവകാശവും പാലിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് ഇന്ത്യയിൽ കേരളമാണ്. അങ്ങനെ കേരളം 1ാം സ്ഥാനത്താണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. We know the government of India under Modi has strangulated Kerala financially. കേരളത്തെ ധനപരമായി ശ്വാസം മുട്ടിക്കാനാണ് BJP സർക്കാരും മോദിയും ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്ത് വളരെ ഫേമസ് ആണല്ലോ എന്ന വൃന്ദ കാരാട്ടിന്റെ ചോദ്യം സദസ്സിൽ ചിരി പടർത്തി. 2 തരം മറ്റത്തൂർ മോഡലുകൾ ഉണ്ടെന്നും ഒന്ന് KK രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളിലൂടെ മുഖച്ഛായ മാറിയ മറ്റത്തൂരും മറ്റൊന്ന് കോൺഗ്രസും BJPയും കൂട്ടിച്ചേർന്ന മറ്റത്തൂർ മോഡലുമാണെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു. കേരളം രാജ്യത്തിന് മാതൃകയായ ഓരോ മേഖലകളും അവർ എണ്ണിപ്പറഞ്ഞു. ഇംഗ്ലീഷിനൊപ്പം മലയാളവും കലർത്തിയായിരുന്നു പ്രസംഗം തുടർന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും രാജ്യത്ത് 1ാം സ്ഥാനം അലങ്കരിക്കുന്ന കേരളം തനിക്ക് അഭിമാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ 1ാം സ്ഥാനത്തെത്തിക്കുന്ന കണക്കുകൾ നമ്മൾ പറയുന്നതല്ലെന്നും അത് നീതി ആയോഗിന്റെ കണക്കുകളാണെന്നും വൃന്ദ കാരാട്ട് കൂട്ടിച്ചേർത്തു. പ്രസംഗത്തിലുടനീളം കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും അവർ വിമർശിച്ചു. നുണകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും BJPയും ചക്കിക്കൊത്ത ചങ്കരനാണെന്ന് മലയാളത്തിൽ വിമർശിച്ചത് സദസ്സിന് ആവേശമായി. വ്യാസ കോളേജിലെ പ്രൊഫസർ പ്രദീപ് മാസ്റ്റർ പരിഭാഷകനായി. മറ്റത്തൂർ പഞ്ചായത്ത് LDF കൺവീനർ PK കൃഷ്ണൻകുട്ടി, CPM നേതാക്കളായ UP ജോസഫ്, MR രഞ്ജിത്ത്, LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, CC ബിജു, VS പ്രിൻസ്, CU പ്രിയൻ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. KK രാമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള റാലിയും പൊതുസമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന വിവിധങ്ങളായ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ വികസന കാഴ്ച പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിക്കുന്നതിന് വിവിധങ്ങളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധങ്ങളായ നേതാക്കന്മാർ വേദിയിലുണ്ട്. അവർ വരുന്ന ഒരു മുറയ്ക്ക് കൃത്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും നാട്ടുകാരുമൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടന പരിപാടി എന്ന നിലയിൽ 1ാം ഘട്ട പര്യടന പരിപാടി മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും സന്ദർശിച്ച് 1ാം ഘട്ടം ഇന്നലെ പൂർത്തീകരിച്ചു. 3 ദിവസങ്ങൾ എടുത്തു. ഇന്ന് മുതൽ 2ാം ഘട്ടം 3 ദിവസം പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും എത്തിച്ചേരുന്ന രീതിയിലുള്ള 2ാം ഘട്ട പര്യടന പരിപാടി ഇന്ന് ആരംഭിച്ചു. ഇടയ്ക്ക് വെച്ച് നന്ദിക്കര വെച്ച് ആ പര്യടന പരിപാടി 1 മണിക്കൂർ നിർത്തിവെച്ചിരിക്കുകയാണ്. വൃന്ദ കാരാട്ട് പങ്കെടുക്കുന്ന ഈ വലിയ റാലിയും പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ച് 2 വാക്ക് സംസാരിച്ചു പോകുക എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വേദിയിൽ സന്നിഹിതരായ UP ജോസഫ് അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, മറ്റു പ്രിയപ്പെട്ടവരെ,
വളരെ മനോഹരമായി നമുക്കെല്ലാവർക്കും നന്നായി മനസ്സിലാകുന്ന തരത്തിൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒരു പൊതു രാഷ്ട്രീയവും എന്തുകൊണ്ട് കേരളം ഇന്ത്യയിലെ BJPയോ കോൺഗ്രസോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു, എന്തുകൊണ്ട് ഈ കേരളം നാട്ടിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും എല്ലാം വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാനൊരു അധിക വർത്തമാനത്തിലേക്ക് പോകുന്നില്ല. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മറ്റത്തൂർ കൊടകര ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് KM റാഫി മുഖ്യപ്രഭാഷണം നടത്തി. KU രാഹുൽ, പ്ലസി പോൾ, PM സ്റ്റെല്ല, CR സിനി, ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ M. മഞ്ജുള, VA ശ്രീജയ, LC ആന്റണി, വിൻസി പോൾ, PM സ്റ്റെല്ല, ലിൻസി ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഏപ്രിൽ 5-ന് ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം, രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വിവിധ സെറ്റുകളുടെ കാവടി വരവ്, വൈകിട്ട് 6:30-ന് ദീപാരാധന, രാത്രി 8 മുതൽ പുലർച്ചെ 1:30 വരെ കാവടിയാട്ടം എന്നിവ ഉണ്ടാകും. 8 ദേശകാവടി സെറ്റുകൾ അണിനിരക്കും. ചാവക്കാട് സബ് ജയിലിൽ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ട റിമാൻഡ് പ്രതി മണിക്കൂറുകൾക്കകം പോലീസ് വലയിലായി. മലപ്പുറം എടക്കര സ്വദേശി ശ്രീരാജനെയാണ് ഗുരുവായൂർ പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. ജയിലിലെ അറ്റകുറ്റപ്പണിക്കിടെ അധികൃതരുടെ കണ്ണ് വെട്ടിച്ചായിരുന്നു പ്രതിയുടെ പലായനം. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പാലക്കാട് ലക്കിടിയിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന് കീഴിൽ നടത്തുന്ന ഡ്രോൺ പൈലറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. 5 ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന 25 കിലോഗ്രാം വരെ ഭാരമുള്ള ഡ്രോൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. ഏപ്രിൽ 4 വരെ അപേക്ഷിക്കാം. അസാപ്പിന്റെ കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 9495999667 9895967998. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,630 രൂപയും പവന് 1,09,040 രൂപയും രേഖപ്പെടുത്തി. വരാക്കര കിഴക്കൂടൻ ജോസ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. സിനി, സൽജോ എന്നിവർ മക്കളും ജിൻസൻ, സോന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വേനൽ ചൂടിനെയും വെല്ലുന്ന ചൂടിലെത്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. സ്ഥാനാർത്ഥികൾ 2ാം ഘട്ട പര്യടനത്തിലേക്ക്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ആലത്തൂർ ALP സ്കൂളിലെ 4ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മറ്റത്തൂർ കൊടകര ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും Nctv ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.